നമസ്കാരം. അപ്പം നമ്മളിന്ന് പാച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ പള്ളികളിലൊക്കെ നേർച്ചയായിട്ട് കിട്ടുന്ന പാച്ചോറില്ലേ, അത് തന്നെ. പണ്ട് നമ്മുടെയൊക്കെ പള്ളികളിൽ പാച്ചോറ് വിളമ്പിക്കൊണ്ടിരുന്നത് വട്ടയുടെ ഇലയിലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ഞാനിവിടെ വട്ടയില തന്നെ എടുത്തത്. ഇന്നിപ്പോൾ നേർച്ച വിളമ്പുന്നതെല്ലാം പ്ലാസ്റ്റിക്കിൻ്റെ പ്ലേറ്റുകളിലല്ലേ. പക്ഷേ ഇപ്പോഴത്തെ ആ ടേസ്റ്റും അന്നത്തെ ആ ടേസ്റ്റും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പം ഞാനിവിടെ ആദ്യം തന്നെ അരി വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളമാണ് തിളപ്പിച്ചെടുക്കുന്നത്. ആ സമയം കൊണ്ട് തന്നെ മറ്റൊരടുപ്പിൽ കുറച്ച് വെള്ളം, അതായത് ഞാനിവിടെ 1/2 കിലോ അരിക്ക് 1/2 കിലോ അളവിൽ തന്നെ വെല്ലമാണ് ഉരുക്കിയെടുക്കുന്നത്. കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് ഉരുക്കിയെടുക്കാൻ വെക്കാം. ഇനി ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ 1/2 കിലോ പച്ചരി നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് കിടന്ന് വെന്ത് കിട്ടണം. അരി കുതിരാനൊന്നും വെക്കണ്ട, നമ്മൾ കഴുകിയെടുത്ത ഉടനെ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 കിലോ അരിക്ക് 1/2 കിലോ തന്നെ വെല്ലമാണ് ചേർക്കുന്നതെന്ന് പറഞ്ഞല്ലോ. എങ്കിലും കുറച്ച് കുറച്ചായിട്ട് തന്നെ ചേർത്ത് കൊടുക്കണേ. കാരണം ചില വെല്ലത്തിന് നല്ല മധുരമായിരിക്കും. ഇപ്പം നോക്കിയാൽ നമ്മുടെ വെല്ലത്തിനകത്ത് ഒരുപാട് ഡസ്റ്റ് ഉണ്ടായിരുന്നേ. അപ്പോൾ ഈ വെന്ത അരിക്കകത്തേക്ക് ഇനി നമ്മളിത് അരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മൾ വാങ്ങിക്കുന്ന ചില വെല്ലത്തിനകത്ത് ഒട്ടും തന്നെ ഡസ്റ്റ് ഒന്നും കാണത്തില്ല, പക്ഷേ ഇതിനകത്ത് ഒരുപാട് ഡസ്റ്റ് പാർട്ടിക്കിൾ ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാനിവിടെ ഈ വെല്ലം നല്ല രീതിക്കൊന്ന് അരിച്ചു ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്പാൽപമായിട്ടാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം പകുതി ഒഴിച്ചു, ബാക്കി പകുതി പിന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മധുരം എത്രയെന്ന് നോക്കിയതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാൻ. ഞാനിവിടെ എടുത്ത വെല്ലം നല്ല ലൈറ്റ് കളറായിരുന്നേ. അതുകൊണ്ട് തന്നെ പാച്ചോറിന് നിറവ്യത്യാസം ഒന്നും വരാൻ ചാൻസ് ഇല്ല. നല്ല വെളുത്ത കളറിൽ തന്നെ ഇരിക്കും. അപ്പോൾ നമ്മൾ ഡാർക്കായിട്ടുള്ള, അതായത് കറുത്ത കളറിലുള്ള വെല്ലമാണ് എടുക്കുന്നതെങ്കിൽ നമ്മുടെ പാച്ചോറിന് നല്ലൊരു ഡാർക്ക് കളർ കിട്ടുവേ. ഞാനിവിടെ ബാക്കി വന്ന വെല്ലവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ 1/2 കിലോ വെല്ലം മൊത്തത്തിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെല്ലത്തിൽ കിടന്ന് ഈ അരി നല്ലതായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ 1/4 വേവായിട്ടുണ്ട്. ഇനി വേവേണ്ടത് നമ്മുടെ ഈ വെല്ലത്തിലും തേങ്ങയിലൊക്കെ കിടന്നാണ്. അപ്പം ഞാനിവിടെ ഒരു മുഴുവൻ തേങ്ങ, അതായത് വലിയൊരു തേങ്ങയാണ് ഇവിടെ ചേർത്ത് കൊടുത്തത്. ഇനി ഇതും കൂടെ ചേർത്ത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം ഇതിൽ കിടന്ന് വെന്ത് കിട്ടണം. ഇപ്പോൾ പാച്ചോറ് ഉണ്ടാക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ള പരിപാടിയൊന്നുമല്ല, വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം. അരി വെന്ത് കിട്ടുന്ന സമയം മാത്രം മതിയാകും. അപ്പോൾ ഇനി ഇത് കിടന്ന് വേവട്ടെ. ഇനി നമുക്കിതിലേക്ക് ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്, നമ്മുടെ സ്പൈസസ് ആണ്. അപ്പോൾ ഇവിടെ സ്പൈസായിട്ട് എടുത്തേക്കുന്നത് കുറച്ച് ചുക്കും അതേപോലെ കുറച്ച് ഏലക്കയും പിന്നെ ഒരു വലിയ സ്പൂണ് ജീരകവും ആണ്. ഇനി ഇത് മൂന്നും കൂടെ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ല രീതിക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഈ പൊടി നമുക്ക് നമ്മുടെ പാച്ചോറിലേക്ക് ചേർത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയാണ് നമുക്കിതിലേക്ക് ടേസ്റ്റ് മേക്കിംഗ് ആയിട്ടുള്ളൊരു സംഭവം ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മുടെ കറുവയുടെ ഇലയാണിത്. ഇതൊരു 3-4 എണ്ണം ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത്, അതായത് ഒരു നുള്ളുപ്പ് മതിയാവേ, അതും കൂടെ ചേർത്ത് ഇനി കുറച്ച് സമയം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി നമ്മൾ ചേർത്ത എല്ലാ സാധനങ്ങളും നന്നായിട്ട് യോജിച്ച് വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് നെയ്യ് എടുത്ത് ചൂടാക്കിയതിന് ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പും അതിലേക്ക് കുറച്ച് കിസ്മിസും കൂടെ ചേർത്ത് വറുത്ത് കോരി ഇനി നമ്മുടെ പാച്ചോറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് തികച്ചും ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. ഇല്ലയെന്ന് വെച്ച് ചെയ്യാതിരിക്കല്ലേ, പാച്ചോറ് മാത്രമായിട്ട് ചെയ്താലും മതി. ഇനി ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പാച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കറുവയുടെ ഇല ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കണം. അത് നമ്മുടെ പാച്ചോറ് നല്ലൊരു ടേസ്റ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ കറുവയുടെ ഇല കിട്ടിയില്ലെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ പാച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഒപ്പം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ.